ഹായ് ഫ്രണ്ട്സ്, മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിവിടെ കൃഷി ചെയ്തതിൽ നിന്ന് ഒരു ഇച്ചിരിയേറെ കോവയ്ക്ക എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല പിഞ്ചു കോവയ്ക്ക, നല്ല അടിപൊളി കോവയ്ക്ക, ഒരല്പം പോലും വിഷാംശമോ മായമോ ഒന്നും ചേർക്കാതെ നമ്മുടെ സ്വന്തം കൈ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത, ആ ഒരു സന്തോഷം ഒരു വലുതല്ലേ. അപ്പോൾ എനിക്കിന്ന് ഒത്തിരിയേറെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇടാം കേട്ടോ, വിളവെടുപ്പിൻ്റെ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു അവിയൽ ഉണ്ടാക്കാനായിട്ട് കോവയ്ക്ക നല്ലപോലെ കഴുകിയതിന് ശേഷം നീളത്തിൽ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പാത്രം അടുപ്പത്ത് വെച്ചു. അതിനകത്ത് ഞാനൊരു 2-3 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ്. അവിയലൊക്കെ വെളിച്ചെണ്ണ ചേർത്ത് ചെയ്താലേ കൊള്ളാവൂ. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് വേവിക്കുന്നതിന് പകരം ഞാൻ ഈ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇതൊന്ന് വഴറ്റിയാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കോവയ്ക്ക ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ ആവിക്കകത്ത് വേവിച്ചെടുക്കുമ്പോൾ ഉണ്ടല്ലോ, അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നല്ല രുചിയാണ്. നല്ല രുചിയെന്ന് പറഞ്ഞാൽ അടിപൊളി രുചിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഈ കോവയ്ക്കയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് ഇളക്കി നല്ലപോലെ മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക. ഇപ്പോൾ ഇതിലേക്ക് ഞാനൊരു 3 പച്ചമുളക് കീറിയതും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അതവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്കതിനൊരു അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി നമ്മൾ കോവയ്ക്കയിൽ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഓർത്ത് മാത്രം ഇടുക. നല്ല ജീരകം പൊടിച്ചത്, ഒരു 2 ചുമന്നുള്ളി, ഒരല്പം ഇഞ്ചി. ഇങ്ങനെ ഇഞ്ചി ചേർത്ത് അവിയൽ വെച്ച് കഴിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് വെച്ച് നോക്കണേ. ഇനി ഇതിലേക്ക് 2 തണ്ട് കറി ലീഫും കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഒരുപാട് അരയണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ പുതിയതായിട്ട് കുക്കിംഗ് പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെയൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നതുകൊണ്ട് ഒന്നും തോന്നണ്ട. അപ്പോൾ ഒത്തിരി കൊച്ചു മക്കൾ ഇങ്ങനെ കാണുന്നവരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് ഒന്നുകൂടെ അത് നല്ലപോലെ വാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തീ മാത്രം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഫുൾ തീയിൽ വെക്കരുത്. അപ്പോൾ ഇതിൻ്റെ ജലാംശം പെട്ടെന്ന് വറ്റിയും പോവും, ഇത് വെന്തും കിട്ടത്തില്ല. അപ്പോൾ വീണ്ടും ഞാനിതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പോൾ ഒന്നുകൂടെ അത് നല്ലപോലെ ഒന്ന് വാടി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 ചെറിയ തക്കാളി ഞാനിതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ നാടൻ തക്കാളിയല്ല. നാടൻ തക്കാളിയാണ്, നല്ല പുളിയായിരിക്കും. ഇതിനത്ര പുളി ഇല്ലല്ലോ ഈ തക്കാളിക്ക്. ഞാനൊരു 2 ഇങ്ങനെ ഇട്ട് കൊടുത്തൊന്ന് വെച്ച് നോക്കണം. തക്കാളിയൊക്കെ ചിലപ്പോൾ എല്ലാവർക്കും ഈ അവിയലിനിടുന്ന ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ തക്കാളിയൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതിൽ തക്കാളി ഇഞ്ചി ഇങ്ങനെയൊക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് പറയാൻ പറ്റത്തില്ല, അത്രയ്ക്ക് നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളിയൊക്കെ ഇട്ട് കൊടുത്തു. അതൊന്ന് വാടി വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തക്കാളി ഇട്ട ഉടനെ അല്ല കേട്ടോ ഞാൻ അരപ്പിടുന്നത്, അത് ശ്രദ്ധിച്ചോണം. കുറച്ച് നേരം ഞാനൊന്ന് അടച്ച് വെച്ചതിന് ശേഷം. അപ്പോൾ വീഡിയോ അതെല്ലാം നമ്മളിങ്ങനെ കംപ്ലീറ്റ് എടുത്താൽ ഒത്തിരി ലെന്തയായി പോകും, അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടിപ്പൊത്തി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ അത് അടച്ച് വെച്ച് കൊടുക്കാം. നല്ലപോലെ ഒന്ന് വെന്ത് വരട്ടെ. ഇനി നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം ഒഴിച്ച് വയ്ക്കുന്നത് ഇഷ്ടമുള്ളവർ അങ്ങനെ ചെയ്തോ കേട്ടോ. ഞാനിതിങ്ങനെ പറഞ്ഞത് ഇതിനൊരു പ്രത്യേക രുചിയാണ്, അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിച്ചിട്ട് എനിക്കിഷ്ടപ്പെട്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ വെക്കുമ്പോൾ, അതുകൊണ്ട് ഞാൻ അങ്ങ് പറയുന്നതാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നു. ഇഷ്ടമുള്ളവർ ചെയ്യട്ടെന്നുള്ള രീതിക്ക് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതാ നല്ലപോലെ ഇപ്പം നമ്മുടെ അവിയലൊക്കെ വെന്ത് നല്ല പരുവത്തിന് വന്നിട്ടുണ്ട് കണ്ടോ. അപ്പം ഞാൻ ആകെ വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞാൽ ജാറ് കഴുകി ഒരല്പം വെള്ളം മാത്രമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഞാൻ 2-2.5 ടീസ്പൂണോളം തൈര്, വലിയ പുളിയില്ലാത്ത തൈര് എടുത്തേക്കുന്നത്. ഒത്തിരി പുളിപ്പില്ല കേട്ടോ. കാരണം നമ്മൾ 2 തക്കാളി ഇട്ടിട്ടുണ്ട്, അതിന് വലിയ പുളിയൊന്നുമില്ല. അപ്പോൾ ആവശ്യത്തിനുള്ള പുളി മാത്രമേ ഈ അവിയലിന് കിട്ടത്തുള്ളൂ. അതനുസരിച്ച് ഒഴിക്കുക. പുളിയുള്ള തൈരാണെങ്കിൽ ഇത്രയും ഒഴിക്കണ്ട. അപ്പോൾ ഇതുപോലെ ഒഴിച്ച് കൊടുത്തു. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് ആവി കയറി ചൂടാവട്ടെ. ഇപ്പോൾ വീണ്ടും ഞാനത് തുറന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള നല്ല കിടുക്കാച്ചി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കോവയ്ക്ക കൊണ്ടുള്ള അവിയൽ. അപ്പോൾ കോവയ്ക്ക
ഒത്തിരി നല്ലതാണ്. ഇൻസുലിന് പകരം ഇത് നല്ലതെന്നാണ് പറയണം. അപ്പോൾ ഷുഗറൊക്കെ ഉള്ളവർക്കുണ്ടല്ലോ ഇതുപോലെ വെച്ച് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ്. നല്ല ഇച്ചിരി ചോറ് കുറച്ചിട്ട് ഇതൊക്കെ ഇച്ചിരി ഏറെ കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഒരല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു തണ്ട് കറി ലീഫും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സാക്കി അടച്ച് വയ്ക്കാം. ഇതിൻ്റെ സമയമാകുമ്പോൾ നമ്മളെടുത്ത് കഴിച്ചാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ കറി ലീഫൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിനൊക്കെ ഒരു പ്രത്യേക മണമാണ്. നമ്മുടെ സ്വന്തം അയ്യത്തു നിന്ന് എടുക്കുക, നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ എടുക്കുക. അയ്യോ അല്ല കേട്ടോ, ഞാനിവിടെ ബക്കറ്റിലെല്ലാം കൃഷി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ അതിനൊരു പ്രത്യേക രുചിയും മണവും. അതുമല്ല ഇത് ഒരല്പം പോലും ഇന്നത്തെ ഈ അവിയലിന് ഒന്നും വിഷാംശമായിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല കിടുക്കാച്ചി അവിയലല്ലേ. അപ്പോൾ ഇതും കൂട്ടി ഒരു ഊണൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേകത തന്നെ. ഇതൊക്കെ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും ബായ്.